ഹലോ കൂട്ടുകാരെ, നമുക്കിത് ഗ്രേഡ് 4 അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ്റെ രണ്ടാമത്തെ വർക്ക്ഷീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനു മുന്നേ നമ്മളൊരു വർക്ക്ഷീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തല്ലോ. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് എല്ലാതും ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നമ്മുടെ സൊല്യൂഷനും എക്സ്പ്ലനേഷനും ഒക്കെ കാണാനായിട്ട്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കറക്ഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. എന്നാൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 1800 മോർ ദാൻ 85,342 ഈസ് ഡാഷ്. അപ്പോൾ ഈ ഡാഷിൽ എന്താണ് വരേണ്ടതെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞത് 85,342-നേക്കാൾ 1800 കൂടുതലാണ് അല്ലേ. മോർ ദാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. 85,342-ൻ്റെ കൂടെ നമുക്ക് 1800 ആഡ് ചെയ്ത് നോക്കാം. 2 + 0 is 2, 4 + 0 is 4, 3 + 8 is 11, 1 here, 1 up, 1 + 5 is 6, 6 + 1 is 7, 8 താഴേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയായിരുന്നു? 87,142. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 1,200 ലെസ് ദാൻ 29,000 ഈസ് ഡാഷ്. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞത് മോർ ദാൻ എന്നാണ്, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ എന്നാണ്. അപ്പോൾ 29,000-ൽ നിന്നും 1,200 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ആൻസർ കിട്ടുന്നത്. എഴുതി നോക്കാം. 29,000 മൈനസ് 1,200. 0 minus 0 is 0, 0 minus 0 is 0, 0 minus 2 is not possible. അപ്പോൾ ഇവിടെ നിന്ന് ബോറോ ചെയ്ത് ഇത് 10 ആവും, ഇത് 8 ആവും. 10 minus 2 8 ആണ്, 8 minus 1 7, ഈ 2 താഴേക്ക് എഴുതാം. ഇപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയിട്ടുള്ളത്? 27,800. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ മോർ ദാൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കുക, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുക. ഇനി അടുത്തത് എന്താ? ഡാഷ് മൈനസ് 1000 ഈക്വൽസ് ടു 587. ഒരു നമ്പറിൽ നിന്നും 1000 സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 587 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏത് നമ്പർ ആയിരുന്നോ അതാണ് നമുക്ക് അറിയേണ്ടത്. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 1000-ൻ്റെ കൂടെ 587 ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1000 + 587. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 0 + 7 7, 0 + 8 8, 0 + 5 5 തന്നെ 1 താഴേക്ക് എഴുതാം. 1587 അതിവിടെ എഴുതാം. 1587-ൽ നിന്നും 1000 പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 587. കറക്റ്റ് ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. 1159 പ്ലസ് ഡാഷ് ഈക്വൽസ് ടു 2000. അപ്പോൾ 1159-ൻ്റെ കൂടെ ഏതോ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2000 കിട്ടിയിട്ടുണ്ട്. ഏതായിരിക്കും ആ നമ്പർ? അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2000-ൽ നിന്നും 1159 സബ്ട്രാക്ട് ചെയ്യണം. നമുക്കത് ചെയ്ത് നോക്കാം. 2000 മൈനസ് 1159. 0 മൈനസ് 9 പോസിബിൾ അല്ല, അപ്പോൾ നമുക്ക് ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ 10 ആവും, ഇത് രണ്ടും 9 ആയിട്ട് ഇത് 1 ആയി മാറും. 10 മൈനസ് 9 ഈസ് 1, 9 മൈനസ് 5 ഈസ് 4, 9 മൈനസ് 1 ഈസ് 8, 1 മൈനസ് 1 ഈസ് 0. നമ്മുടെ ആൻസർ 841. കറക്റ്റ് അല്ലേ? 1159-ഉം 841-ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2000 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മോർ ദാൻ ഗ്രേറ്റസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ ഈസ് ഡാഷ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രേറ്റസ്റ്റ് 4-ഡിജിറ്റ് നമ്പറിൻ്റെ കൂടെ 1 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് 4-ഡിജിറ്റ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര എഴുതുന്നത്? 4 9s ഇട്ട് കൊടുക്കുക അല്ലേ. ഗ്രേറ്റസ്റ്റ് 5-ഡിജിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 5 9s കൊടുക്കുക. ഗ്രേറ്റസ്റ്റ് 3-ഡിജിറ്റ് ചോദിച്ചാൽ 3 9s എഴുതുക. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 9 + 1 10, 0 here, 1 up, 1 + 9 is 10, 0 here, 1 up, 1 + 9 is 10, 0 here, 1 up, 1 + 9 is 10. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 10
ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 89,999 ഈസ് 1 ലെസ് ദാൻ ഡാഷ്. ഇവിടെ വരുന്ന നമ്പറിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ നമ്പർ കിട്ടിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ നമ്പറിന്റെ കൂടെ ഈ 1 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചെയ്ത് നോക്കാം. 89,999 plus 1. 9 plus 1 is 10. 0 here, 1 up. 1 plus 9 is 10. 0 here, 1 up. 1 plus 9 is 10. 0 here, 1 up. 1 plus 9 is 10. 0 here, 1 up. 1 plus 8 is 9. എത്രയാണ് നമ്മുടെ ആൻസർ? 90,000. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കൂട്ടുകാരെ? എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. എക്സാമിന് മുന്നൊക്കെ നിങ്ങൾ ഈ വർക്ക്ഷീറ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ എക്സാം നല്ല ഈസി ആയിരിക്കും. അഡീഷൻ സബ്ട്രാക്ഷൻ്റെ ഇനിയും വർക്ക്ഷീറ്റ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സൊല്യൂഷൻസ് നോക്കി കറക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.